ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഇതാ സമയം 9:24 രാത്രി. അപ്പോൾ ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫുള്ള് ഉള്ളിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ആ പാത്രം കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ടതിന് ശേഷം തന്നെ തക്കാളി ഇട്ടു. കാരണം നമുക്കിത് നല്ലോണം വഴറ്റേണ്ട ആവശ്യമില്ല ഉള്ളി. അതുകൊണ്ട് അത് ഒന്നിച്ചിട്ടിട്ട് തന്നെ വഴട്ടാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഹസ്ബൻഡ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ആൾ വരാൻ ലേറ്റായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കിയാരയ്ക്ക് ഉറക്കമൊന്നുമില്ല. ആൾ ഭയങ്കര ഹാപ്പി മൂഡിലാണുള്ളത്. രാത്രി 10 മണിയായാലും 12 മണിയായാലും ഇവക്ക് ഉറക്കമൊന്നുമില്ല. ചിരിക്കുന്ന കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കറക്റ്റ് അളവ് നോക്കിയിട്ടൊന്നുമല്ല ഇത് ഇടുന്നത്. കാരണം ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മസാല ഇരിക്കട്ടെ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് പോലെ ഇങ്ങനെ കുറച്ച് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചീസാണ്. ചീസ് ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാവും. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത് കുരുമുളക് പൊടി കുറച്ച് നല്ലോണം ഇട്ടതുകൊണ്ട് ഇത് കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അടിയിൽ പിടിക്കേണ്ടെന്നും പിന്നെ അതൊരു ഇങ്ങനെ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ടും. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നാലും കുറച്ചൊരു ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീസ് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ മെൽട്ടായിട്ട് അത് വേസ്റ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നും വീണ്ടും ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം അത് ചെയ്യുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നുള്ളതാണ്. പിന്നെ ഉപ്പൊക്കെ നോക്കി. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വേറെ പാത്രത്തിൽ എടുത്ത് വെച്ചു. അപ്പം ഞാൻ ഒരു കുളിയൊക്കെ പാസ് ചെയ്തിട്ട് വരാം. അപ്പോൾ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ആൾ വരുമായിരിക്കും. എന്നിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ. ഞാൻ താഴെ പോട്ടെ. വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ മുട്ട പൊട്ടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ ഹസ്ബൻഡായിരുന്നു ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം എല്ലാം ഹസ്ബൻഡ് തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ തക്കാളിയും ഉള്ളിയും മാത്രമായിരുന്നു ഞാൻ മുറിച്ചു കൊടുത്തത്. പക്ഷേ ഇന്ന് ആൾ ഷോപ്പിൽ നിന്ന് വന്നിട്ടും ഭയങ്കര ബിസിയാണ്. കാരണം ഷോപ്പ് അടിച്ചിട്ടും വേറെന്തോ ആവശ്യത്തിന് ഏതോ പേഷ്യൻ്റ് വന്നെന്ന് പറഞ്ഞ് തുറന്നിട്ട് അപ്പോൾ പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കുന്നുള്ളതാണ്. അപ്പോൾ ആളതിൻ്റെ ബിസിയാണ്. അപ്പോൾ ഇതും എനിക്ക് തന്നെയായി. 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്കും ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം.
കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാം ഞാൻ ചെയ്തു വെച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര സങ്കടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് ചീസ് ഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾ ഗ്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ ആദ്യം പാൻ എടുക്കുക. പാന് ചൂടാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്കിതിന് മെയിൻ വേണ്ടത് ബണ്ണാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയിലേക്ക് ഒരു ബണ്ണ് എടുക്കുക. എന്നിട്ടത് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ഡിപ്പ് ചെയ്തതിനേക്കാളും മുമ്പ് നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ പീസ് ചെയ്യാം. 2 കഷ്ണമാക്കുക, ജോയിൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അത് നമ്മൾ ആ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തത് മൊസറല്ല ചീസായിരുന്നു. അതാണ് നല്ലത്. കാരണം നമുക്കതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ചൂടാകുമ്പോഴത്തേക്കും നല്ലോണം മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ മൊസറല്ല ചീസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും കുറച്ച് ചീസ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് 2 ഭാഗവും ജോയിൻ ചെയ്യാം. അപ്പോൾ കുറച്ച് ചൂടായതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിനെ ഇങ്ങനെ പെരത്തി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു മറിച്ചു ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കുറച്ച് സമയം. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് സോസോ അല്ലെങ്കിൽ മയണൈസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലോണം അടിപൊളിയായേനെ. പക്ഷേ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. ബർഗറൊക്കെ കഴിച്ചൊരു ഫീല് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ വേറൊന്നും കഴിക്കാൻ പാടില്ല. കാരണം എൻ്റെ അവസ്ഥ അതാണിപ്പോൾ. എനിക്ക് മടുത്തു ലാസ്റ്റ്. പക്ഷെ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് കാരണം അത് കളയാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അത് കഴിച്ച് തീർക്കുകയും ചെയ്തു. ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ചത്ത പോലെയുണ്ട് മുഖം കാണാമെന്നൊക്കെ. കാരണം തിന്ന് മടുത്തു. അപ്പം ഞാൻ വേറെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാണല്ലോ മെയിൻ പരിപാടി, പാത്രം കഴുകൽ. അപ്പോൾ പാത്രമൊക്കെ കഴുകി തീർത്തു. അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.